ഓണത്തിന് പെൻഷൻ നേരത്തെ കിട്ടുമോ? ആരുടെ പെൻഷനാണ് 24-ന് കിട്ടുക? ഓണം അടുത്തെത്തുകയാണ്. ഓണവുമായി ബന്ധപ്പെട്ട് സാധാരണക്കാരുടെ മനസ്സിൽ ആദ്യം വരുന്നത് ആഘോഷങ്ങളും സദ്യയും വസ്ത്രങ്ങളും തന്നെയാണ്. പക്ഷേ മാസാവസാനം പെൻഷനെ ആശ്രയിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന നിരവധി കുടുംബങ്ങൾക്ക് ചോദ്യം മറ്റൊന്നാണ്: ഈ മാസം പെൻഷൻ എപ്പോഴാണ് കിട്ടുക? ഇതിനിടെയാണ് ഓണത്തിന് മുന്നോടിയായി പെൻഷൻ നേരത്തെ നൽകുമെന്ന വാർത്ത പുറത്തു വരുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഓഗസ്റ്റ് 24-ന് പെൻഷൻ ലഭിക്കുന്നത് ആർക്കൊക്കെയാണ്? കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന എല്ലാവർക്കും 24-ന് പണം കിട്ടുമോ? ഈ വാർത്തയുടെ യഥാർത്ഥ വസ്തുത മനസ്സിലാക്കാൻ ആദ്യം രണ്ട് പെൻഷനുകൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. 2026-ലെ ഓണം കണക്കിലെടുത്ത് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഓഗസ്റ്റ് മാസത്തെ ശമ്പളവും പെൻഷനും നേരത്തെ വിതരണം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ ഓഗസ്റ്റ് 24-ന് നൽകാനാണ് അനുമതി നൽകിയിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഇത് അധികമായി നൽകുന്ന ഒരു പെൻഷനല്ല, ഓണത്തിന് പ്രത്യേകമായി ലഭിക്കുന്ന ബോണസ് പോയിന്റുമല്ല. സാധാരണയായി ലഭിക്കേണ്ട ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ തന്നെയാണ് നേരത്തെ നൽകുന്നത്. അതായത് ഒരു മാസത്തെ പെൻഷൻ 2 തവണ ലഭിക്കുന്നില്ല. പണം ലഭിക്കുന്ന തീയതി മാത്രമാണ് മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഓണം അടുത്തെത്തുമ്പോൾ വീട്ടുചെലവുകൾ കൂടും. യാത്രാ, ഭക്ഷണം, വസ്ത്രം, മറ്റ് ആവശ്യങ്ങൾ എന്നിവയ്ക്കായി ചെലവ് വർദ്ധിക്കും. അതുകൊണ്ടാണ് ശമ്പളവും പെൻഷനും നേരത്തെ വിതരണം ചെയ്യാനുള്ള തീരുമാനം. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം: കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്ക് എന്താണ് സ്ഥിതി? ഇവിടെയാണ് പലരും ആശയക്കുഴപ്പത്തിലാകുന്നത്. കേന്ദ്ര സർക്കാർ പെൻഷൻ നേരത്തെ നൽകാനുള്ള തീരുമാനത്തെ കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല. വാർദ്ധക്യ പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കേരളത്തിലെ വേറിട്ട പദ്ധതികളാണ്. അതിനാൽ ഓഗസ്റ്റ് 24-ന് എല്ലാ പെൻഷൻകാരുടെയും പെൻഷൻ അക്കൗണ്ടിലെത്തും എന്ന് പറയുന്നത് ശരിയായ രീതിയിലുള്ള വാർത്തയല്ല. 24 എന്ന തീയതി പ്രധാനമായും കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഓഗസ്റ്റ് മാസത്തെ ശമ്പള പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി മറ്റൊരു വലിയ ചോദ്യം: കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എപ്പോൾ? ഇത് തന്നെയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ ശ്രദ്ധിക്കുന്ന വിഷയം. കാരണം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കേരളത്തിലെ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ പ്രധാന വരുമാന ആശ്രയമാണ്. പെൻഷൻ ലഭിക്കുന്ന രീതിയിൽ ചെറിയൊരു മാറ്റം പോലും പല കുടുംബങ്ങളെയും അവരുടെ മാസ ബജറ്റിനെ ബാധിക്കും, പ്രത്യേകിച്ച് ഓണക്കാലത്ത്. അതുകൊണ്ട് തന്നെ ഓണത്തിന് മുൻപ് പെൻഷൻ ലഭിക്കുമോ എന്ന ചോദ്യം സ്വാഭാവികമാണ്. അതിനോടൊപ്പം മറ്റൊരു രാഷ്ട്രീയ ചർച്ചയും കേരളത്തിൽ ശക്തമാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 3000 രൂപയാക്കുമെന്ന വാഗ്ദാനം. നിലവിലെ പെൻഷൻ തുക വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം വർഷങ്ങളായി കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചകളിൽ നിലനിൽക്കുന്നുണ്ട്. പുതിയ സർക്കാർ അധികാരത്തിലെത്തിയതോടെ ഈ വാഗ്ദാനം വീണ്ടും ചർച്ചയായിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം: വാഗ്ദാനം എന്നത് നടപ്പാക്കിയ ഉത്തരവല്ല. 3000 രൂപ പെൻഷൻ ലഭിച്ചു തുടങ്ങാൻ സർക്കാർ തീരുമാനം, സാമ്പത്തിക ക്രമീകരണം, ഔദ്യോഗിക ഉത്തരവ്, വിതരണം തുടങ്ങിയ പല ഘട്ടങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ എല്ലാവർക്കും 3000 രൂപ ലഭിക്കുന്നു എന്ന രീതിയിൽ പറയുന്നത് അത് വസ്തുതകൾക്ക് നിരക്കുന്നതല്ല. ഇനി പെൻഷൻ പട്ടിക പരിശോധിക്കുന്നതും മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അർഹതയില്ലാത്തവർ പെൻഷൻ വാങ്ങുന്നുണ്ടോ? മരണപ്പെട്ടവരുടെ പേരിൽ പെൻഷൻ തുടരുന്നുണ്ടോ? ഒരാൾക്ക് അർഹതയില്ലാതെ ഒന്നിലധികം ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ച് അർഹരായവർക്ക് മാത്രം പെൻഷൻ ഉറപ്പാക്കുക എന്നത് സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണല്ലോ. കാരണം പെൻഷൻ എന്നത് വെറും ഒരു സർക്കാർ ആനുകൂല്യമല്ല. ഇത് പല കുടുംബങ്ങൾക്കും മരുന്നിനും ഭക്ഷണത്തിനും വൈദ്യുതി ബില്ലിനും മറ്റ് ദൈനംദിന ജീവിത ചെലവുകൾക്കുമുള്ള പണമാണ്. അതുകൊണ്ട് പെൻഷൻ വൈകുമ്പോൾ അതിൻ്റെ ആഘാതവും നേരിട്ട് കുടുംബങ്ങളിലേക്കാണ് എത്തുന്നത്. അപ്പോൾ ഇന്നത്തെ പ്രധാന ചോദ്യം വീണ്ടും ആവർത്തിക്കാം: ഓണത്തിന് പെൻഷൻ കിട്ടുമോ? കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും കാര്യത്തിൽ ഉത്തരം അതെ. ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ ഓഗസ്റ്റ് 24-ന് വിതരണം ചെയ്യാനുള്ള തീരുമാനമുണ്ട്. പക്ഷേ അത് അധിക പെൻഷനല്ല, അത് ഓഗസ്റ്റ് മാസത്തെ സാധാരണ പെൻഷൻ തന്നെയാണ്. കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്ക് ഇത് സ്വാഭാവികമായി ബാധകമാകുമെന്ന് കരുതാനും പാടില്ല. അതുകൊണ്ട് വാട്സാപ്പ് ഗ്രൂപ്പിലും സോഷ്യൽ മീഡിയയിലും വരുന്ന ഇത്തരം വാർത്തകൾ ഒരു കാരണവശാലും വിശ്വസിക്കാൻ പാടുള്ളതല്ല. ഓണം വരുമ്പോൾ പൂക്കളവും സദ്യയും മാത്രം പോരാ, പെൻഷൻ കാത്തിരിക്കുന്ന വീടുകളിലും ഒരു ചെറിയ സാമ്പത്തിക ആശ്വാസം എത്തണം. ഇതാണ് ഈ വാർത്തയുടെ യഥാർത്ഥ പ്രാധാന്യം. നിങ്ങൾ ഇതിനെപ്പറ്റി എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്കപ്പോൾ മറ്റൊരു വാർത്താ അപ്ഡേറ്റിൽ കണ്ടുമുട്ടാം. നന്ദി.